വെടിക്കെട്ട് നിയന്ത്രണം നീക്കാൻ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഗസറ്റിലെ വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. കെ അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, വിഷയത്തിലെ പ്രതിഷേധം നേരത്തെ ദേവസ്വങ്ങൾ പറഞ്ഞതാണ്, നിയമപരമായി നീങ്ങും എന്നുള്ള വിവരങ്ങളും നൽകിയിരുന്നു. എന്തൊക്കെ കാര്യങ്ങളിലാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്? ധന്യ, ഈ വരുന്ന ജനുവരി 4-നാണ് പാറമേക്കാവിന്റെ വെടിക്കെട്ട് നടക്കുന്നത്. 6-നാണ് തിരുവമ്പാടിയുടെ വെടിക്കെട്ട്. ഈ രണ്ട് വേലകളുടെയും വെടിക്കെട്ട് അനുമതി നൽകാനാവില്ല എന്ന് ഡെപ്യൂട്ടി കളക്ടർ ADM ഉത്തരവിറക്കിയിരുന്നു. അതിന് ഒരു കാരണമായി പറഞ്ഞിരിക്കുന്നത് ഈ പുതിയ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഗസറ്റിലെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വിജ്ഞാപനമാണ് ഒരു തടസ്സമായി നിരുന്നത്. ആ വിഷയങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ ഗസറ്റ് വിജ്ഞാപനം പോലും ഈ ശിവകാശി ലോബിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ആക്ഷേപം വരുന്നു. അതിന് പിന്നാലെയാണ് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് പറഞ്ഞു. മറ്റു മാർഗങ്ങളില്ലെങ്കിൽ നിയമവശം തേടുമെന്നും പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഗസറ്റിലെ വിജ്ഞാപനം റദ്ദാക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ ഹൈക്കോടതിക്ക് മുൻപിൽ നൽകിയിരിക്കുന്നത്. നാളെയോ മറ്റന്നാളോ ആയി തന്നെ ഈ കേസ് കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഗസറ്റിലെ വിജ്ഞാപനം, അതായത് 200 മീറ്റർ പരിധി ഗസറ്റിൽ പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങൾ ാക്കുകയാണെങ്കിൽ കേരളത്തിൽ എവിടെയും തന്നെ ഈ വെടിക്കെട്ട് നടത്തുക അത്ര എളുപ്പമായിരിക്കില്ല. വെടിക്കെട്ട് നടക്കുന്നത്, അതായത് ഇപ്പോൾ ഈ വേലയുടെ വെടിക്കെട്ട് നിർത്തലാക്കി കഴിഞ്ഞാൽ അത് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിനെയും ബാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക ഈ രണ്ട് ദേവസ്വം ബോർഡുകളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇതൊരു നിയമപരമായിട്ടുള്ള, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ പോലും വിഷയത്തിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ ഇരു ദേവസ്വങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. ദേവസ്വങ്ങൾ സംയുക്തമായിട്ടാണ് ഇപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് തന്നെയാണ്.